ഇന്ത്യയുടെ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ 9 ലക്ഷ്യങ്ങളാണ് തകർത്തെറിഞ്ഞത്. 25 മിനിറ്റ് നീണ്ടുനിന്ന സംയുക്ത കര-വ്യോമ ദൗത്യം. 1971 സംഘർഷത്തിന് ശേഷം പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആക്രമണമായിരുന്നു ഇത്. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇതിൽ വഹിച്ച പങ്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ സ്കാൽപ്പ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലും പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണമായ ഹാമറും എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ഈ ഓപ്പറേഷനിൽ വിന്യസിക്കപ്പെട്ടത്. എന്നാൽ ഇതിൽ പങ്കുവഹിച്ച നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ നിർമ്മിച്ച ദീർഘദൂര കൃത്യമായ തന്ത്രപരമായ ഇടപെടലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകളും ഇതിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത ഈ സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ നിർമ്മിച്ചത് ഇന്ത്യയിലെ ബംഗളൂരുവിലായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള ആൽഫ ഡിസൈൻ ടെക്നോളജീസും ഇസ്രായേലിന്റെ എൽബിറ്റ് സെക്യൂരിറ്റി സിസ്റ്റവും തമ്മിലുള്ള സഹകരണ സംരംഭത്തിന്റെ ഫലമായിരുന്നു ഇത്. ഏകദേശം 5 മുതൽ 10 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിവുള്ളതും 100 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതുമായ ഈ ഡ്രോണുകൾ ഒരു നിശ്ചിത എണ്ണം ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സ്കൈ സ്ട്രൈക്കറിന്റെ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് പറഞ്ഞത് ഒരു ആളില്ലാ വിമാന സംവിധാനത്തിന്റെ പ്രവർത്തന സവിശേഷതകളും ഒരു മിസൈലിന്റെ സ്ട്രൈക്ക് പവറുമാണ് ഇത്. ദീർഘദൂര കൃത്യമായ തന്ത്രപരമായ ഇടപെടലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ലോയിറ്ററിംഗ് മ്യൂണിഷനായി ഇതിനെ തരംതിരിച്ചിരിക്കുന്നു എന്നാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് ഇതിന്റെ താഴ്ന്ന ശബ്ദ സിഗ്നേച്ചർ ആണ്. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ വഴി ഇത് സുഗമമാക്കുകയും ചെയ്യുന്നു. ഇത് താഴ്ന്ന ഉയരങ്ങളിൽ സ്റ്റെൽത്തി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു. ഒരു ഓപ്പറേറ്റർ നീക്ക ലക്ഷ്യങ്ങൾ സ്വയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും ഉയർന്ന കൃത്യതയോടെ അതിന്റെ വാർഹെഡ് എത്തിക്കാനും ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 5 കിലോഗ്രാം വാർഹെഡ് ഉപയോഗിച്ചതിന് 2 മണിക്കൂർ വരെ പറന്ന് നടക്കാൻ കഴിയുമത്രേ. കാമിക്കസ് അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ ഒരു ലക്ഷ്യപ്രദേശത്ത് ദീർഘനേരം വായുവിൽ തുടരാൻ രൂപകൽപ്പന ചെയ്ത ആളില്ല ആകാശ വാഹനങ്ങളുടെ ഒരു വിഭാഗമാണ്. ഈ ഡ്രോണുകൾക്ക് ഈ പ്രദേശം മുഴുവൻ സർവേ ചെയ്യാനും ശത്രു ഭീഷണികൾ കണ്ടെത്താനും തുടർന്ന് കൃത്യമായ ആക്രമണം നടത്താനും സാധിക്കും. ഒരു പരമ്പരാഗത മിസൈലുകൾ അയക്കുകയാണെങ്കിൽ അത് നേരിട്ടുള്ള പാത പിന്തുടർന്ന് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഡ്രോണുകൾ അനുയോജ്യമായ ഒരു നിമിഷം വരെ എല്ലാ രീതിയിലും സാഹചര്യം ഒത്തുവരുന്ന ഒരു സമയം വരെ ഇത് വെയിറ്റ് ചെയ്യുകയും ആ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഇതുമൂലം ഈ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഇത് സഹായകമാകും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രതികാര നടപടിയായി ഇന്ത്യയിലെ 15 നഗരങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം നടത്തിയിരുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യ പൊളിച്ച് കൈകൊടുത്തു. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് ഈ ആക്രമണ ശ്രമങ്ങളെ നിർവീര്യമാക്കുകയായിരുന്നു. ഇതിന് തെളിവായി പാകിസ്ഥാന്റെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ S-400 സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇന്ത്യക്ക് നേരെ അടുത്തു വന്ന പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം ചുട്ടുചാമ്പലാക്കി. അതേപോലെ തന്നെ ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ ഇപ്പോൾ പൊളിച്ച് കൈകൊടുത്തിരിക്കുകയാണ്. 2021 പഞ്ചാബിലെ മോഗ ജില്ലയിൽ ഒരു IAF MiG-21 യുദ്ധവിമാനം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട ഫോട്ടോസും വീഡിയോസുമാണ് പാകിസ്ഥാൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ അവകാശവാദം പറഞ്ഞ മറ്റൊരു വീഡിയോയും ഓൺലൈനിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് 2019 ജമ്മു കാശ്മീരിലെ ബുദ്ഗാമിന് സമീപം തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ MI-17 V5 ഹെലികോപ്റ്ററിന്റെ വീഡിയോയാണ്. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരു പഴയ വീഡിയോ പുനരുപയോഗിച്ച് ഇന്നത്തെ സാഹചര്യവുമായി കൂട്ടിയിണക്കി പ്രചരിപ്പിക്കുകയാണ്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ നിലവിലെ സാഹചര്യത്തിൽ 2024 ഒരു ജെറ്റ് അപകടത്തിന്റെ മറ്റൊരു പഴയ ചിത്രവും പാകിസ്ഥാൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. 2024 സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമറിൽ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം ഉൾപ്പെട്ട ഒരു ചിത്രമാണ് ഇത്. ഇതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിനിടെ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമസേനയെ വെടിവെച്ച് വീഴ്ത്തിയെന്ന അവകാശവാദവുമായി 2025 യുദ്ധവിമാന അപകടത്തിന്റെ മറ്റൊരു പഴയ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ ഷെയർ ചെയ്യുന്ന വീഡിയോ 2025 ഫെബ്രുവരിയിലേതാണ്. ഗ്വാളിയോറിലെ ശിവപുരിക്ക് സമീപം ഒരു പതിവ് പരിശീലന ദൗത്യത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് 2000 വിമാനം തകർന്നു വീണിരുന്നു. ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ വ്യാജ പ്രചരണങ്ങളിലെല്ലാം രസം മറ്റൊന്നായിരുന്നു. അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പൂർണ്ണ പരാജയമാണെന്നും പറഞ്ഞ് ഒരു വ്യാജ കത്ത് ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. അതും ആ കത്ത് DRDOയുടേത് ആണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതായത് ബ്രഹ്മോസ് മിസൈൽ പരാജയമാണെന്ന് ആരോപിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞരായ
AS കുമാർ ഒപ്പിട്ട ഒരു കത്താണ് ഓൺലൈനിൽ പ്രചരിക്കുന്നത്. എന്നാൽ ആയുധ ഗവേഷണ വികസന സ്ഥാപനത്തിൽ AS കുമാർ എന്ന പേരിൽ ഒരു ശാസ്ത്രജ്ഞനേയില്ല. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം, അതായത് ഇന്ന്, ലാഹോർ, കറാച്ചി, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയതായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃതസർ, ചണ്ഡീഗഡ് തുടങ്ങി 15 ഇന്ത്യൻ നഗരങ്ങളിലെ സൈനിക ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചതായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുള്ള തെളിവുകളും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ പാകിസ്ഥാന്റെ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ പാകിസ്ഥാന്റെ പങ്കാളിത്തത്തിന് തെളിവ് നൽകുന്നതിനായി ഇന്ത്യ ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആക്രമണത്തിനായി ഹാരോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നു. ഈ ഹാരോപ്പ് ഡ്രോൺ എന്ന് പറയുന്നത് ഇതൊരു നിരീക്ഷണ ഡ്രോണായി മാരകമായ മിസൈലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. കറാച്ചി, ലാഹോർ എന്നീ നഗരങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ ലക്ഷ്യമിട്ട് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചതായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഹാരോപ്പ് ഡ്രോണുകൾ ആളില്ല ആകാശ വാഹനങ്ങളുടെ കഴിവുകളും കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും സംയോജിപ്പിച്ച ഒരു അടുത്ത തലമുറയിലെ യുദ്ധോപകരണ സംവിധാനമാണ്. ഈ ഹാരോപ്പ് ഡ്രോണുകൾ എന്ന് പറയുന്നത് ഇത് ഒരു ഇരട്ട റോളുള്ള ആയുധ സംവിധാനമാണ്. ഇതിനൊരു നിരീക്ഷണ ഡ്രോണായിട്ടും മാരകമായ മിസൈലായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിന് ഏകദേശം 9 മണിക്കൂർ വരെ പ്രവർത്തനക്ഷമതയും 1000 കിലോമീറ്റർ വരെ പ്രവർത്തന ദൂരവുമുണ്ട്. ഇത് ഓപ്പറേറ്റർമാരെ മുൻനിര ഭീഷണികൾക്ക് വിധേയമാക്കാതെ ആഴത്തിലുള്ള സ്റ്റാൻഡ് ഓഫ് പ്രവർത്തനങ്ങൾക്ക് സാധ്യമാക്കുന്നു. ലക്ഷ്യങ്ങൾ തിരയാനും തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും ഹാരപ്പ് സ്വന്തം രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് 2-വേ ഡേറ്റ ലിങ്ക് വഴി മാൻ ഇൻ ദ ലൂപ്പ് ശേഷിയായിട്ട് നിലനിർത്തുന്നു. ഇത് മനുഷ്യ ഓപ്പറേറ്റർമാർക്ക് തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാകുന്നു. അതേപോലെ തന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടുത്തെ സാഹചര്യം പെട്ടെന്ന് മാറുന്ന സാഹചര്യത്തിൽ ഒരു ഓപ്പറേറ്റർക്ക് ഇതിന്റെ ആക്രമണം നിർത്തലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഡ്രോണിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, അതായത് ആക്രമിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരാനും കഴിയും. ഇതിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ്, ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സെൻസറുകൾ, കളർ CCD ക്യാമറ, ആന്റി റഡാർ ഹോമിക് കഴിവുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് സമഗ്രമായ ലക്ഷ്യങ്ങൾ ഇതിന് കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും സഹായിക്കും. മൾട്ടിമിഷൻ ഫ്ലെക്സിബിലിറ്റിക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹാരോപ്പ് കര, നാവിക ഉപയോഗം, നഗര യുദ്ധം, ഭീകരവിരുദ്ധ ദൗത്യങ്ങൾ, ഉയർന്നതും കുറഞ്ഞതുമായ തീവ്രതയുള്ള സംഘർഷങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാണ്. ഈ ഡ്രോണിന് ഏകദേശം 23 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കും. ഇത് റഡാറുകൾ, മിസൈൽ സംവിധാനങ്ങൾ, ശത്രു ഒളിത്താവളങ്ങൾ തുടങ്ങിയവയെ നിർവീര്യമാക്കാനും സാധിക്കും. ഇപ്പോൾ ഈ ലാഹോർ, കറാച്ചി എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യ ഇസ്രായേൽ നിർമ്മിതമായ ഈ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന അവകാശവാദവുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.